പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മൾ. നമുക്കേറെ പ്രിയങ്കരിയായ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൻ്റെ ആശംസകൾ, മംഗളങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ സ്നേഹത്തോടെ നേരുവാൻ സന്തോഷമേ ഉള്ളൂ. പരിശുദ്ധ അമ്മ തൻ്റെ മാധ്യസ്ഥ വഴിയായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ നമുക്കെപ്പോഴും തുണയായി സങ്കേതമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. എൻ്റെ ജീവിതത്തേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ എൻ്റെ ചാച്ചനും എൻ്റെ അമ്മച്ചിയുമായിരുന്നു. അവർ ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും അവരുടെ ഓർമ്മ ഇന്നും സജീവമായി നിൽക്കുകയാണ്. അവരുടെ സ്നേഹം, അവർ തമ്മിലുള്ള പരസ്പര സ്നേഹം, മക്കളോടുള്ള അവരുടെ സ്നേഹം, ഞങ്ങളെയൊക്കെ വളർത്തുവാൻ വേണ്ടി അവർ കഠിന അധ്വാനം ചെയ്തത്, അവരുടെ തീക്ഷ്ണതയേറിയ പ്രാർത്ഥനകൾ, മാതൃകാപരമായ ജീവിതം, ഇതൊന്നും ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ കരുതുന്നു ഇതെൻ്റെ മാത്രം ഒരു അനുഭവമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും അനുഭവം ഇതുതന്നെയാണ്. പക്ഷേ എൻ്റെ അമ്മച്ചിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറെ സ്ഥാനമുണ്ടായിരുന്നു. അമ്മച്ചി എന്നെ ഏറ്റവും അധികമായി സ്നേഹിച്ചതായിട്ട് എനിക്കറിയാം. അമ്മയുടെ സ്നേഹം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അമ്മയുടെ സാന്നിധ്യം എന്നും എനിക്ക് ആവേശമായിരുന്നു, പ്രചോദനമായിരുന്നു, ഒരു വലിയ ശക്തിയായിരുന്നു. എന്നെ ഞാനാക്കി തീർക്കുന്നതിൽ ഒരു വലിയ പങ്ക് എൻ്റെ അമ്മ വഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ അമ്മ എനിക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ ദൈവവിളിയെ കണ്ടെത്തുന്നതിലും എൻ്റെ അമ്മ എപ്പോഴും പിന്നിലുണ്ടായിരുന്നെന്ന് ഞാൻ ഓർക്കുകയാണ്. ഭൂമിയിൽ ഇപ്രകാരം നമുക്ക് അപ്പച്ചനും അമ്മച്ചിയും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷമാണ് സ്വർഗത്തിൽ നമുക്കൊരു അമ്മച്ചി ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ അധികമായ ശ്രദ്ധയും താല്പര്യവും എടുക്കുന്ന ഒരമ്മ, അതാണല്ലോ പരിശുദ്ധ കന്യാമറിയം. ഈ അമ്മയുടെ പിറവി തിരുനാൾ നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ ഈ അമ്മയുടെ ജന്മദിനം നമുക്ക് ഏവർക്കും ഏറെ സന്തോഷകരമാണ്. ഒരുപക്ഷെ പണ്ടുകാലത്തൊന്നും ജന്മദിനങ്ങൾ എത്രമാത്രം ആഘോഷിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് ജന്മദിനങ്ങൾ എല്ലാ ഭവനങ്ങളിലും താരതമ്യേന ആഘോഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളാകുന്ന ഈ സെപ്റ്റംബർ 8 നമുക്ക് എത്ര മനോഹരമായിട്ട് ആഘോഷിക്കുവാൻ സാധിക്കും. സഭയിലെ എത്രയോ മക്കളാണ് നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? പരിശുദ്ധ അമ്മയോടുള്ള ഒരൊറ്റ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ അമ്മയോടുള്ള അടുപ്പം കൊണ്ടാണ്. ആ അമ്മയോട് പ്രാർത്ഥിച്ചാൽ തങ്ങൾക്കെല്ലാം ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അമ്മയുടെ മക്കളെല്ലാം ഇത് ചെയ്യുന്നത്. ഏറെ സന്തോഷമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായവർ വരെയും ഈ നോമ്പ് നോറ്റ് അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നത് കാണുമ്പോൾ, അമ്മയുടെ പിറവി തിരുനാളായ ഈ ദിവസം അമ്മ മുഖേന നിങ്ങൾക്ക് ഏവർക്കും ധാരാളമായ കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും എൻ്റെ പ്രാർത്ഥനയും. പ്രിയമുള്ളവർ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെപ്പറ്റി വാതോരാതെ സംസാരിക്കുവാൻ മക്കൾക്ക് കഴിയും. ഈ അമ്മയെപ്പറ്റിയും നമുക്കതുപോലെ പറയാൻ സാധിക്കും. എങ്കിലും നമുക്ക് ഒത്തിരി അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുകയില്ലല്ലോ. ഏതാനും കാര്യങ്ങളിൽ ഒതുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ആ പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് സഹരക്ഷകയായി തീർന്നു എന്നുള്ളതിലാണ്. രക്ഷണീയ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സ്ഥാനമാണല്ലോ ഉള്ളത്. മംഗളവാർത്തയുമായിട്ട് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് വന്ന് പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണല്ലോ. പരിചിതമായ വചനമാണ്, നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 1:18 നമ്മൾ പ്രകാരം വായിക്കുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. നമ്മൾ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകം തിരഞ്ഞെടുപ്പുകൾ കാണുന്നുണ്ട്. ദൈവം പലരെയും തിരഞ്ഞെടുത്ത് അവർ വിശദീകരിക്കുക കാണുക. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നുണ്ട്.
ജെറമ്യ പ്രവാചകൻ്റെ തിരഞ്ഞെടുപ്പ് കാണുന്നുണ്ട്. ദൈവം അവരെ വിളിച്ച് അവർ വിശദീകരിക്കുക ചെയ്യുന്നത്. തീക്കട്ട കൊണ്ട് അവരുടെ അധരങ്ങളിൽ സ്പർശിച്ചുകൊണ്ടോ തൻ്റെ കൈ നീട്ടി അവരെ അധരങ്ങളിൽ വെച്ചുകൊണ്ടോ ദൈവം അവരെ വിശദീകരിക്കുന്നത് കാണുകയാണ്. പക്ഷെ അമ്മയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ അമ്മയെ അങ്ങനെ വിശദീകരിക്കേണ്ട ഒരാവശ്യവുമില്ല. ദൈവദൂതൻ അമ്മയോട് പറഞ്ഞത് നീ ദൈവകൃപ നിറഞ്ഞവളാണെന്ന കാര്യമാണ്. കൃപ നിറഞ്ഞവളാണ് മറിയം. ഇതാണ് പരിശുദ്ധ അമ്മയെ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. അവൾ കൃപയോടുകൂടി പിറന്നവളാണ്. കൃപയുടെ സമുദ്രമാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് പറയാൻ സാധിക്കും. കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. നീ കർത്താവിൻ്റെ സന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് നമ്മൾ കാണുകയാണ്. മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും കൃപയിൽ വ്യാപരിച്ചവളാണ്. മാത്രമല്ല അനേകർക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നതിൽ പരിശുദ്ധ അമ്മ ഉപകരണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കൃപയാണ് പരിശുദ്ധ അമ്മയെ വിശുദ്ധരിൽ വിശുദ്ധിയാക്കി തീർക്കുന്നത്, ഏറ്റവും വലിയ വിശുദ്ധിയാക്കി മാറ്റുന്നത്. വിശുദ്ധിയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മ പാപരഹിതയായിരുന്നുള്ളതാണ്. സഭയുടെ പ്രബോധനങ്ങളും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളൊക്കെ നമുക്കറിയാം. രക്ഷകനായ ഈശോ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. പരിശുദ്ധ ത്രിത്വം പരിശുദ്ധി തന്നെയാണ്. ദൈവമാണല്ലോ പരിശുദ്ധിയുടെ ഉറവിടം. അവിടുന്ന് പരിശുദ്ധി തന്നെയാണ്. പരിശുദ്ധി തന്നെയായ ത്രിത്വൈക ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വമായ കർത്താവായ ഈശോയ്ക്ക് ജന്മം നൽകുവാനായി പിതാവായ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയും കളങ്കമില്ലാത്തവളാകണം, കുറവുകളില്ലാത്തവളാകണം, പാപരഹിതയായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം പരിശുദ്ധ അമ്മ ജന്മ നിമിഷം മുതലേ പാപത്തിൽ നിന്ന് വിമുക്തിയായിരുന്നു. പാപം ലവലേശം അവളെ തീണ്ടിയിട്ടില്ല. വില്യം വേഴ്സ്വർത്തിൻ്റെ ആ മഹനീയമായ വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പാപപങ്കിലമായ മനുഷ്യപ്രകൃതിക്ക് ദൈവം തന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ എന്ന് ആ കവി പറഞ്ഞു വച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പാപത്തിൽ പിറന്നവരാണ്, പാപം പേറുന്നവരാണ്. ജന്മപാപവും ചിലപ്പോൾ കർമ്മപാപവും ഉള്ളവരാണെങ്കിൽ പരിശുദ്ധ അമ്മ ഈ രണ്ട് പാപങ്ങളിൽ നിന്നും വിമുക്തിയായിരുന്നു. അതാണല്ലോ പരിശുദ്ധ അമ്മയുടെ അമലോപം എന്ന് നമ്മൾ പറയുന്നത്. 1854 9-ാം പീസ് മാർപ്പാപ്പയെ പരിശുദ്ധ അമ്മ പാപരഹിതയാണെന്ന് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ അമലോത്ഭയാണെന്ന് പറഞ്ഞത്. അത് പെട്ടെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞതല്ല. നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസം, സഭ ആഘോഷിച്ചിരുന്ന ഒരു വിശ്വാസം, അത് സഭയുടെ വലിയ വിശ്വാസ രഹസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഒരു സഭയുടെ നൂറ്റാണ്ടുകളിലൂടെ നിലനിന്നിരുന്ന വിശ്വാസത്തെ പരിശുദ്ധ പിതാവ് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു. പരിശുദ്ധ പിതാവ് പറഞ്ഞു, പരിശുദ്ധ അമ്മ ആത്മാവിലും ശരീരത്തിലും പാപം ലവലേശം ഏൽക്കാത്തവളാണ്, അവൾ അമലോത്ഭയാണെന്ന കാര്യം. 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മ 1858 ലൂർദിലെ ബർണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ഞാൻ അമലോത്ഭവയാണെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ 9-ാം പീസ് മാർപ്പാപ്പ തൻ്റെ വിശ്വാസം ആ പ്രഖ്യാപനത്തിലൂടെ ചെയ്ത കാര്യം ശരിയാണെന്ന് ലൂർദിൽ ബർണദീത്തേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ അങ്ങ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ പാപമില്ലാത്തവളാണ്, വിശുദ്ധി തന്നെയാണ് പരിശുദ്ധ അമ്മ. അതാണ് അമ്മയുടെ മഹത്വം. നമ്മൾ പാപത്തിൽ കഴിയുന്ന നമുക്ക്, പാപം നിരന്തരം വഹിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആശ്വാസകരമാണ്, സന്തോഷകരമാണ് പരിശുദ്ധ അമ്മ പാപരഹിതയായി ജീവിച്ചു എന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ അമ്മയുടെ പിറവി തിരുനാൾ കൊണ്ടാടുമ്പോൾ അമ്മയോട് നമുക്ക് പറയാം, അമ്മേ, ജീവിതത്തിലെ എല്ലാ നിമിഷവും പരിശുദ്ധി തന്നെയായ നിൻ്റെ പുത്രനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ, ആ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഈ ലോകത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഞങ്ങളുടെ മേൽ വരുന്നുണ്ട്. തിന്മയിലേക്കുള്ള ചായ്വ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ നീ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ, നീ ഞങ്ങളെ സഹായിക്കുമ്പോൾ പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എത്രയോ വ്യക്തികളെ പരിശുദ്ധ അമ്മയെ നീ സഹായിച്ചിരിക്കുന്നു. പാപത്തോട് വിടുതൽ പറഞ്ഞ്
വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ ജീവിക്കുവാനായിട്ട് അങ്ങയുടെ പിറവി തിരുനാൾ കൊണ്ടാടുന്ന ദിവസത്തിൽ തീർച്ചയായിട്ടും അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവർ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോ പ്രദേശത്തുള്ള കൊച്ചു പള്ളികൾ മാത്രമല്ല, വളരെ പ്രസിദ്ധമായ ദേവാലയങ്ങളുണ്ട്. നമ്മുടെ ഭാരതത്തിൽ തന്നെയാണെങ്കിലും വേളാങ്കണ്ണി ദേവാലയവും, നമ്മുടെ തൊട്ടടുത്തുള്ള ഇവിടെ നമ്മുടെ വയനാട്ടിലാണെങ്കിൽ പള്ളിക്കുന്ന് മാതാവും, അങ്ങനെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ധാരാളമായിട്ടുണ്ട്. ലോകപ്രസിദ്ധമായ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാണല്ലോ ലൂർദും ഫാത്തിമയും മെജുഗോറിയും ഒക്കെ നിൽക്കുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഓടിയെത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കലാണെന്ന കാര്യമാണ്. പിതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏക മധ്യസ്ഥൻ കർത്താവായ ഈശോയാണെങ്കിൽ, ഈശോയോട് ചേർന്ന് രക്ഷണീയ കർമ്മത്തിൽ പങ്കാളിയായിരുന്ന പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബലം. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവർ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അമ്മച്ചിമാരുണ്ട്, ഉണ്ടായിരുന്നല്ലെങ്കിൽ ഉണ്ട്. ഒരമ്മച്ചിക്ക് ഒരിക്കലും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം, അമ്മച്ചിമാർ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അനങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി ഭക്ഷണങ്ങൾ പാകം ചെയ്യണം. ഒരമ്മച്ചി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അടുക്കളയിൽ കൊച്ചിനെയും കൊണ്ട് ഇരുത്തിയിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മ, അമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും കുഞ്ഞിൽ തന്നെയാണ്. ആ കുഞ്ഞ് അനങ്ങുമ്പോൾ അമ്മ ഇങ്ങോട്ട് ഓടിയെത്തും, ആ കുഞ്ഞ് കരയുമ്പോൾ ഓടിയെത്തും. അതിനിടയ്ക്ക് വീട്ടിൽ ആരെങ്കിലും വന്നെങ്കിൽ അമ്മ അവിടെ ശ്രദ്ധിക്കും. ഒരമ്മ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നവളാണ്, ചലിക്കുന്നൊരു ഹൃദയം, മറ്റുള്ളവരെ പറ്റി ശ്രദ്ധാലുവായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഒരമ്മ. അതാണല്ലോ ഒരമ്മയെ അമ്മയാക്കി തീർക്കുന്നത്, ഒരു സ്ത്രീയെ ഒരു അമ്മയാക്കി തീർക്കുന്നത്. ആ താല്പര്യവും ആ ശ്രദ്ധയും ആ കരുതലുമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് എത്രയോ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപ്പെട്ട ഓരോ മക്കളെ പറ്റിയും ശ്രദ്ധയുള്ളവളാണ്, കരുതലുള്ളവളാണ്. കനായിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു, അമ്മ അവിടെ സന്നിഹിതയായിരുന്നു എന്നാണല്ലോ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈശോയും അപ്പസ്തലന്മാരും ക്ഷണിക്കപ്പെട്ടവരായി വന്നെങ്കിൽ പരിശുദ്ധ അമ്മ അവിടെ കയറി ചെന്നു. അയൽവക്ക സ്നേഹത്തെ പ്രതി ആയിരിക്കാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരമ്മയുടെ പ്രത്യേകതയോടുകൂടി. അപ്പോഴാണ് കാണുന്നത് അവർക്ക് വീഞ്ഞ് കുറഞ്ഞ കാര്യം. അമാന്തിച്ചില്ല, പ്രിയപുത്രനോട് പറഞ്ഞു. പുത്രൻ്റെ മറുപടിയും നമുക്കറിയാം, എൻ്റെ സമയമായിട്ടില്ലോ ഇനിയും. പക്ഷേ അമ്മ എന്താ പറഞ്ഞു? പരിചാരരോട് പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. ഉടനെ തന്നെ കർത്താവായ ഈശോ അവിടെ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. ആ അമ്മയുടെ ഇടപെടലിലൂടെയാണ്. ഇത് കാനായിൽ വെച്ച് അവസാനിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണും. ഈശോടൊത്തുള്ള ജീവിതത്തിൽ ഉടനീളം അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു, മാധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ഇരുന്നത്. നമുക്കറിയാം, അവസാനം ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തലന്മാരുടെ കൂടെ അമ്മയുണ്ടായിരുന്നു. അവർക്ക് ശക്തി പകർന്നുകൊണ്ട്, കൂട്ടായ്മയിൽ അവർ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മറിയത്തെ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ അമ്മ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ്. അതാണ് നമ്മൾ അമ്മയുടെ പക്കലേക്ക് ഓടിച്ചെല്ലുന്നത്. അതുകൊണ്ടാണ് ബർണദീത്ത പുണ്യവാളൻ തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത്, ഈ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും ഉപേക്ഷിക്കപ്പെടുകയില്ല. ഇത് സത്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മാണ്ഡ്യയിലെ ബിഷപ്പായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പുതിയ രൂപത തുടക്കം കുറിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പ്രാരാബ്ദങ്ങളുണ്ട്. ഈ രൂപത എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വ്യഗ്രതകളുണ്ട്, ആകുലതകളുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് ധ്യാനിക്കാമെന്ന് വെച്ച് പോയി. ധ്യാനത്തിലൊക്കെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു കൂടി. കൗൺസിലിങ്ങിൽ ചെന്ന് ഒരു സിസ്റ്ററെ അടുക്ക് ചെന്നു. സിസ്റ്റർ ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് എന്നോട് ചോദിച്ചതൊക്കെ ഏതാണ്ട് ശരിയായിരുന്നു. സിസ്റ്റർ എന്നോട് ചോദിക്കുക, പിതാവിന് ആകുലതയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏത് മനുഷ്യർക്ക് ആകുലത ഇല്ലാത്തതായിട്ടുള്ളത്? എനിക്കും ഉണ്ട് ആകുലത. എന്തിനെപ്പറ്റി ആകുലതയല്ല, പല കാര്യങ്ങളെപ്പറ്റി ആകുലതയുണ്ട്. പൈസയെപ്പറ്റിയും സമ്പത്തിനെ പറ്റിയും വൈദികരെ പറ്റിയും ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയും ആകുലതയുണ്ട്. ഉടനെ സഹോദരി എന്നോട് പറയുക, പിതാവ് എന്തിനാണ് ആകുലപ്പെടുന്നത്? പിതാവിൻ്റെ രൂപതയുടെ മധ്യസ്ഥയായിട്ട് പിതാവ് പരിശുദ്ധ അമ്മയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ അമ്മ പിതാവിന് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയാണ്. പിതാവ് ഒരു സ്ഥലത്തേക്ക് ഒരു ആവശ്യവുമായിട്ട് കടന്ന് ചെല്ലുന്നതിന് മുമ്പേ തന്നെ
അമ്മ അവിടെയുള്ള ആളുകളുടെ ഹൃദയങ്ങളെ ഒരുക്കി കഴിഞ്ഞിരിക്കുക. പിതാവ് വരുന്നുണ്ട്, ആ പിതാവിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ മാണ്ഡ്യയിലെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. എനിക്കൊരു കുറവും വരാതെ ഈ പരിസ്ഥിതി അമ്മ എന്നെ നിരന്തരം ഇങ്ങനെ നയിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരുന്നു. ചെല്ലുന്നിടത്ത് ഒരു കുറവുകളും ഉണ്ടായില്ല. ഞാൻ ഓർക്കുകയാണ്, ആ അമ്മയുടെ മാധ്യസ്ഥം വളരെ ശക്തിയുള്ളതാണ്. ഇപ്പോൾ പരിസ്ഥിതി അമ്മയുടെ തിരുനാൾ കൊണ്ടാടുന്ന ഈ വേളയിൽ നമ്മൾ ഓർക്കണം, ഈ അമ്മയോട് പ്രാർത്ഥിക്കാതെ ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. ഒരു ജപമാലയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു ജപമാലയെങ്കിലും സ്വന്തമായി ചെല്ലാതെ നമ്മുടെ ഈ ദിവസം കടത്തിവിടരുത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, പല ആളുകളും ഒരു പൂർണ്ണ ജപമാല ചെല്ലുന്ന ആളുകളെ കാണാൻ കഴിയും. കിടക്കുന്നതിന് മുമ്പായിട്ട് 4 ജപമാലകൾ ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരുണ്ട്. കൂടാതെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നു. നമുക്ക് അമ്മയോട് പറയാം, അമ്മേ, ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കും നിരന്തരമായിട്ട്. അമ്മ ഞങ്ങളെ കൈവിടുകയില്ലാതെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അമ്മ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാത്സ്യം വഹിക്കണമേ, പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവർ, പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, നമ്മളെ കണ്ടുകൊണ്ടിരിക്കും, നമുക്ക് വേണ്ടതെല്ലാം പുത്രനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കുറവും കൂടാതെ അമ്മ നമ്മളെ പരിചരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒപ്പം നമുക്കറിയാം, പരിശുദ്ധ അമ്മയെപ്പറ്റി നോക്കുമ്പോൾ അമ്മ ഒരു പക്ഷേ ഏറ്റവും വലിയ ശിഷ്യയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഒരു മോഡൽ ഡിസൈപ്പിളായിരുന്നു പരിശുദ്ധ അമ്മ. ഗുരു ശിഷ്യ ബന്ധത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ശിഷ്യനാരാണ്? ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി പഠിക്കുന്നവനാണ് ശിഷ്യൻ. ഗുരുവിൻ്റെ പിന്നാലെ നടക്കുന്നവനാണ് ശിഷ്യൻ. ഗുരു ചെയ്യുന്നത് കണ്ടും, ഗുരു പ്രവർത്തിക്കുന്നത് കണ്ടും, ഗുരു ഇടപെടുന്നത് കണ്ടും, സംസാരിക്കുന്നത് കണ്ടും ഒക്കെ പഠിച്ചെടുക്കുന്ന വ്യക്തി, അതാണ് ശിഷ്യൻ എന്ന് പറയാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അമ്മ എപ്പോഴും തമ്പുരാൻ്റെ കൂടെയായിരുന്നു. പുത്രൻ്റെ കഥാവായ ഈശോയുടെ അമ്മയാകുന്നതിന് മുമ്പ് പിതാവിനോട് ചേർന്ന് നിന്ന് ജീവിച്ചുള്ളതാണ് പരിശുദ്ധ അമ്മ. യഹൂദ ആചാരപ്രകാരമുള്ള എല്ലാ ആചാരങ്ങളും പാലിച്ച് പ്രാർത്ഥനാ ജീവിതത്തൊക്കെ മുഴുകി തമ്പുരാന് തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ജീവിച്ച വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. അതുകൊണ്ടാണല്ലോ പിതാവായ ദൈവം ഗബ്രിയേൽ ദൂതനെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് മംഗളവാർത്ത ദൂതുമായി അയച്ചപ്പോൾ ഭയമുണ്ടായിരുന്നു, ഉത്കണ്ഠകളുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുവാൻ സാധിച്ചത് ആ പിതാവിൻ്റെ കൂടെ നിന്ന് ജീവിച്ചതിൻ്റെ ബലമായിരുന്നു. പിതാവിൻ്റെ കരങ്ങളിൽ താൻ സുരക്ഷിതയാണ്, പിതാവ് തന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന ആ ഉറപ്പ്, അതാണല്ലോ പരിശുദ്ധ അമ്മയ്ക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈശോയ്ക്ക് അല്ലെങ്കിൽ വചനത്തിന് തന്നെ രൂപപ്പെടുവാൻ അവസരം കൊടുത്ത ആ നിമിഷം മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവായ ഈശോയെ പിഞ്ചെന്നവളായിരുന്നു പരിശുദ്ധ അമ്മ. ഈശോയുടെ അമ്മയായി മാത്രമല്ല, തൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ സുതനാണ്, പുത്രനാണെന്ന് ഉള്ളിൽ മനസ്സിലാക്കിയ അമ്മ ആ പുത്രനോട് ചേർന്നാണ് നിന്നിരുന്നത്. ആ പുത്രൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആ പുത്രൻ്റെ മഹത്വത്തിന് വേണ്ടി നിരന്തരം കൂടെ നിൽക്കുന്ന മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ട കാര്യമില്ല, ഈശോയ്ക്ക് ജന്മം നൽകുന്നത് വരെ ആ വചനത്തെ തൻ്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരുന്നു അമ്മ. ആ ജന്മം നൽകുന്ന ആ വേളയും തുടർന്നുള്ള ആ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എത്രയോ ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു, പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നെങ്കിലും അമ്മ ഈശോയുടെ കൂടെ തന്നെ ഉണ്ട്. ഈശോ ഇട്ടിട്ട് പോയില്ല. ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും തിരിച്ച് നസത്തിലേക്ക് വന്നപ്പോഴും തുടർന്നുള്ള നസത്തിലെ 10-12 വർഷക്കാലത്തെ ആ കൊച്ചു രഹസ്യ ജീവിത കാലഘട്ടങ്ങളിലൊക്കെയും പരിശുദ്ധാമ്മ ഈശോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും, പുത്രൻ കാണാതെ പോയപ്പോഴും, തിരിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴും, പുത്രനോട് ചോദിച്ചപ്പോഴും, നിൻ്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നില്ലേ? ഈശോയുടെ മറുപടിയും നമുക്കറിയാം. നിങ്ങളെന്തിനാ എൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും, ഇങ്ങനെ നിങ്ങളെന്താ എൻ്റെ കാര്യങ്ങളിൽ ഇത്ര ആകാംക്ഷ എടുക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പരിശുദ്ധ അമ്മ ആകട്ടെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ പുത്രൻ്റെ കൂടെ നടക്കുകയാണ് ചെയ്തത്. അപ്പം പുത്രനായ ഗുരുവിൻ്റെ കൂടെ, ഈശോയുടെ കൂടെ നടന്നവളാണ് മറിയം. ഈശോ വചനം പ്രസംഗിച്ച വേളയിലൊക്കെ പരിശുദ്ധ അമ്മ അടുത്തും അകന്നും നിന്ന് വചനം കേൾക്കുന്നുണ്ടായിരുന്നു. പുത്രൻ്റെ വചനം കേൾക്കുവാൻ അടുത്തുണ്ടായിരുന്നു. പുത്രനെ പറ്റി മനുഷ്യർ പറഞ്ഞത് കേട്ടുകൊണ്ട് അമ്മയുണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 34 മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരിക്കൽ ഈശോ പ്രസംഗിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് അമ്മയും സഹോദരങ്ങളോട് ചെല്ലുകയാണ്. ആരോ ചെന്ന് ഈശോയോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരങ്ങളും വന്നിരിക്കുന്നു.
ഉടനെ ഈശോയുടെ പ്രതികരണം എന്തായിരുന്നു? ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? ഈശോയ്ക്ക് സമനില തെറ്റി സംസാരിക്കുന്നു എന്ന പോലെ ആരോ ചെന്ന് പരിശുദ്ധ അമ്മയോട് പറയുകയുണ്ടായി. അവന് ബേൽസബൂൽ ബാധിച്ചിരിക്കുക, അവന് പിശാച് ബാധിച്ചിട്ടുണ്ട്, മകനെ കൂട്ടിക്കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആ വചനം കേട്ടിട്ട് വന്ന മറിയമാണ്. പരിശുദ്ധ അമ്മ വരുമ്പോൾ മകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ വന്നു എന്ന വാർത്ത അറിഞ്ഞ ഈശോ എന്താ പറഞ്ഞത്? ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും, ശിഷ്യരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പരിശുദ്ധ അമ്മയാകട്ടെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ആ മകൻ്റെ പ്രസംഗവേളയിൽ ഈശോയുടെ പിന്നിലുള്ള ജീവിതം നോക്കുകയാണെങ്കിൽ എപ്പോഴും പരിശുദ്ധ അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളിലും പരിശുദ്ധ അമ്മയും ഈശോയുടെ ജീവിതത്തോട് ചേർന്ന് നിന്നു. അവസാനം കാൽവരിയിലേക്കുള്ള യാത്രയിലും പരിശുദ്ധ അമ്മ മകനെ വിട്ടിട്ട് പോയില്ല. ബലമായി, ശക്തിയായി, ഒരാവേശമായിട്ട്, സാന്ത്വനമായി പരിശുദ്ധ അമ്മ കൂടെ നിന്ന് ആ യാത്ര പൂർത്തീകരിക്കുവാൻ മകനെ പ്രേരിപ്പിക്കുന്ന നമ്മൾ കാണാൻ കഴിയും. വചനത്തോട് ചേർന്ന് നിന്നവളാണ് പരിശുദ്ധ അമ്മ, ദൈവത്തോട് ചേർന്ന് നിന്നവളാണ്. ആ വിധത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, പരിശുദ്ധ അമ്മ ഒരു വലിയ ഒരു ശിഷ്യ കൂടിയാണ്, എ മോഡൽ ഡിസൈപ്പിൾ. കർത്താവായ ഈശോയെ എങ്ങനെ നമ്മൾ അനുകരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരുന്നൊരു വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ്, പിതാവിനോടും പുത്രനോടും ചേർന്ന് നിന്നവൾ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൾ. ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതിലും പരിശുദ്ധ അമ്മ എപ്പോഴും വ്യാപൃതിയായിരുന്നു, നിരന്തരമായിട്ട്. എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്നപ്പോൾ എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശുവും ആ സന്തോഷത്താൽ കുതിച്ചു ചാടിയ അനുഭവം ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം ആ എലിസബത്തിനും ഉദരത്തിലുണ്ടായിരുന്ന സ്നാപയോഹന്നാനും സന്തോഷത്തിൻ്റെ അവസരമായെങ്കിൽ, അവർ ആത്മാവിനാൽ നിറയപ്പെട്ടെങ്കിൽ, അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിൽ, പരിശുദ്ധാത്മ എപ്പോഴും പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്നവളാണ്. ഇങ്ങനെ നിരന്തരം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് നിന്ന മറിയം നമുക്ക് വലിയ ഒരു മാതൃകയാണ്, ഒരു വലിയ മോഡലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. റോമക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ തിരുവചനം പറയുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇതാ ഇവിടെ പൂർണ്ണയായ ഒരു ദൈവമകളെ നമ്മൾ കാണുകയാണ് പരിശുദ്ധ അമ്മ. തൻ്റെ ജീവിതത്തിൽ നിരന്തരം എപ്പോഴും ആത്മാവിനാൽ നയിക്കപ്പെട്ട മറിയം. ആത്മാവിനാൽ നിറയപ്പെട്ടവൾ മാത്രമല്ല, നയിക്കപ്പെട്ടവളുമായിരുന്നു, നിരന്തരമായി നയിക്കുകയായിരുന്നു. ഈ അമ്മയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോടും ത്രിത്വൈക ദൈവത്തോടും ചേർന്ന് നിൽക്കാൻ മാത്രമല്ല, അനേകരെ ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നു. പ്രിയമുള്ള പരിശുദ്ധ അമ്മ ലോകത്തെ എത്രയോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സഭ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ലൂർദിലും ഫാത്തിമയിലും മാത്രമല്ല, ഇനിയും സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാനിരിക്കുന്ന മെജുഗോറിയിലും അതുപോലെ പല പല സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ അമ്മ ഈ സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മളോട് പറയുന്നത് എന്താണ്? പാപത്തെപ്പറ്റി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ച് പുത്രൻ്റെ പക്കലേക്ക് ചെല്ലാനാണ് നമ്മളോട് പറയുന്നത്. പുത്രൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലാൻ അമ്മ നമുക്ക് വേണ്ടി മാനസം വഹിക്കുന്നു. നമുക്ക് മുമ്പേ നടക്കുന്ന മാതൃകയാണ് പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, ഈ അമ്മയെപ്പറ്റിയുള്ള ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവായ ദൈവം നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് നിത്യതയിലേക്കാണ്, നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന വലിയ സമ്മാനം ഈ നിത്യജീവനാണ്. ഈ നിത്യതയിലേക്ക് ഈശോയോടൊപ്പം നമ്മളെ വഴിപിടിച്ച് നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ കരങ്ങളിൽ പിടിച്ചു പോയാൽ നമുക്കൊരിക്കലും ഭയം ഉണ്ടാവുകയില്ല. മുറ്റത്ത് കളിക്കുന്ന കുഞ്ഞിന് അമ്മ അടുത്തുണ്ടെങ്കിൽ ഒരു ബലമാണ്. വീഴാൻ പോകുമ്പോൾ അമ്മ ഓടി വന്ന് പിടിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരു ആനന്ദമായി, ശക്തിയായി, ആവേശമായി. ഞാൻ വീഴുകയില്ല. പ്രിയമുള്ളവരെ, നിത്യതയെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. കർത്താവായ ഈശോയെ മുന്നിൽ കണ്ണോട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. ഈശോയുടെ പക്കലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുവാൻ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അമ്മ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ബലം പകരും. നമ്മൾ പാളിപ്പോകാൻ തുടങ്ങിയാൽ അമ്മ നമ്മളെ തിരിച്ചുകൊണ്ട് വരും. നമ്മൾ തളർന്നു വീഴുന്ന നിമിഷങ്ങളിൽ അമ്മ നമുക്ക് ബലമായി കൂടെ നിൽക്കും. അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് കാനായിലെ വീട്ടിലേക്ക് ശക്തി പകർന്നെങ്കിൽ
അവരെ പുത്രൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ ഈ അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നയിച്ചുകൊള്ളൂ. അമ്മയുടെ പിറവി തിരുനാളിൻ്റെ ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അമ്മയെ ഞങ്ങളെ രക്ഷിക്കണം, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം, അമ്മ അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി അമ്മയുടെ പിറവി തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും നേർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.